ഹായ് ഡിയർ ജെഇ ആസ്പിരൻസ്, നമ്മുടെ രണ്ടാമത്തെ ഫേസിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞു. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.nta.nic.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ അഡ്മിറ്റ് കാർഡ് വന്നു, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഒരു സൈഡിലൂടെ മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മൾ പ്രഡിക്ഷൻ സീരീസ് ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. സോ അത് അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. അതോടൊപ്പം നമ്മൾ വേറെ ചില കാര്യങ്ങളും കൂടെ അവെയർ ആയിട്ടിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്കറിയാം, പല ഷിഫ്റ്റുകളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടുന്ന പരീക്ഷയാണ് ജെഇ മെയിൻ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഇത്ര ഡേറ്റ് മുതൽ ഇത്ര ഡേറ്റ് വരെയാണ് എക്സാമിനേഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ അപ്പിയർ ചെയ്യുന്ന ഷിഫ്റ്റ് ഏത് ദിവസമാണ്, ഏത് ഡേറ്റ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളത് ഓർത്ത് വെക്കണം. തീയതിയും അതിൻ്റെ ദിവസവും ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കുകയും അത് നോട്ട് ചെയ്ത് വെക്കുകയും വേണം. എന്തെങ്കിലും ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു പോയാൽ പോലും നമ്മൾ അവസരം നഷ്ടപ്പെടും. സോ ആദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റ്, ആ ദിവസം ഏതാണെന്ന്. രണ്ടാമത്തെ കാര്യം ടൈമിംഗ് ആണ്. ആ ഷിഫ്റ്റ് നിങ്ങൾ എഴുതാൻ പോകുന്ന സമയം, ഏത് സമയത്താണ് എക്സാമിനേഷൻ എന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് മറ്റു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ വെന്യൂ, നിങ്ങൾക്ക് കിട്ടിയ സെൻറ്റർ എവിടെയാണെന്ന്. അപ്പോൾ നമുക്ക് സെൻറ്റർ എവിടെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെൻറ്റർ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ സെൻറ്ററിലേക്ക് എത്ര ദൂരമുണ്ട്, ഏത് വഴിയാണ് നമ്മൾ പോകേണ്ടത്, അവിടെയുള്ള നമ്മുടെ യാത്രാമാർഗം എന്താണ്, നമ്മൾ ഓൺ വെഹിക്കിളിലാണോ അല്ലെങ്കിൽ നമ്മൾ ബസ്സിലാണോ പോകുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ വെന്യൂ, എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണെന്ന് അറിയണം. അത് എത്ര ദൂരത്താണെന്നുള്ളതിനനുസരിച്ച് നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ദെൻ എക്സാമിനേഷൻ നടക്കുന്ന സെൻറ്ററിലെ ഗേറ്റ് ക്ലോസിങ് ടൈം ഉണ്ടാവും. അതും നമ്മൾ ആദ്യമേ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ്റെ ഡേറ്റ്, ദിവസം, ടൈം, ഷിഫ്റ്റിൻ്റെ ടൈം, നമ്മുടെ സെൻറ്റർ, ആ സെൻറ്ററിലെ ഗേറ്റ് ക്ലോസിങ് ടൈം, ഇത്രയും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ ദൂരത്താണ്. ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അവിടെ തന്നെയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നതെങ്കിലും എത്ര ദൂരമുണ്ട്, എത്ര മണിക്കൂർ യാത്ര ചെയ്യണം, അപ്പോൾ അവിടെ എത്തേണ്ട സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ എത്ര സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സേഫായ ടൈമിൽ കണക്കാക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. നമുക്ക് എത്തേണ്ട സമയത്തിനേക്കാൾ ഒരു 1 hour നമ്മുടെ കയ്യിൽ ബഫർ ടൈം ഉണ്ടാകുന്ന രൂപത്തിൽ വേണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അങ്ങനെ വേണം നമ്മൾ സമയം സെറ്റ് ചെയ്യാൻ. കാരണം ട്രാഫിക് ബ്ലോക്കോ പിന്നെ ഇപ്പം മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ വിചാരിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു സംഭവം സംഭവിച്ചാലും നമുക്ക് സമയം ഉണ്ടാവണം. അതിനനുസരിച്ചുള്ള സമയം നമ്മൾ ബഫർ ടൈം ആയിട്ട് ബാലൻസ് ചെയ്ത് വെച്ച് വേണം നമ്മൾ ഇറങ്ങാൻ. ദെൻ എക്സാമിനേഷൻ സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് കിട്ടിയ എക്സാമിനേഷൻ സെൻറ്ററിൽ എക്സാമിൻ്റെ മുമ്പായിട്ട് ഒരു 2-3 ദിവസം മുമ്പായിട്ട് ഒന്ന് പോയി നോക്കുന്നത് വളരെ നല്ലതാണ്. അത് വളരെ അടുത്താണെങ്കിൽ, നിർബന്ധമില്ല, അടുത്താണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ആക്സസബിൾ ആണെങ്കിൽ മാത്രം പോയാൽ മതി. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന സ്കൂളോ നിങ്ങൾക്ക് അറിയുന്ന IT സെൻറ്ററൊക്കെ ആയിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചിതമായ സ്ഥലമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ എക്സാമിനേഷന് പോകുന്ന അതേ സമയം നിങ്ങൾ എങ്ങനെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ബസ്സിലാണെങ്കിൽ ബസ്സിൽ തന്നെ ഒന്ന് ആ സെൻറ്റർ വരെ യാത്ര ചെയ്ത് ആ പ്രദേശവും ആ എക്സാമിനേഷൻ നടക്കുന്ന ആ ഹോളും അതിൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിച്ചോണമെന്നില്ല, ആ സ്ഥലവുമായിട്ടൊന്ന് ഫെമിലിയർ ആയാൽ എത്ര സമയം ബസ് ഉണ്ട്, എത്ര സമയം നമ്മൾ യാത്ര ചെയ്യണം, അവിടെ ബസ് ഇറങ്ങിയാൽ എത്ര നമുക്ക് നടക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം പോയിട്ട് ഒന്ന് പരിചയപ്പെടുന്നത് വളരെ നല്ലതാണ്. നിർബന്ധമല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ കുറേ കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനോട് പറയാനുള്ളത്, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ കാർഡ് ഉപയോഗിച്ചല്ല രജിസ്റ്റർ ചെയ്തെങ്കിൽ, നമ്മളൊരു പ്രൂഫ് വെക്കണമല്ലോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, അത് ആധാർ കാർഡ് അല്ല എങ്കിൽ ഈ റിപ്പോർട്ട് ഞാനിപ്പോൾ പറഞ്ഞ സമയത്തിനേക്കാളൊക്കെ 1 മണിക്കൂർ നേരത്തെ നിങ്ങൾ എത്താൻ വേണ്ടി ശ്രമിക്കണം. ആ 1 മണിക്കൂർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കണം, നിങ്ങൾ ആധാർ കാർഡ് വെച്ചിട്ടല്ല രജിസ്റ്റർ ചെയ്തത് എങ്കിൽ. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ കരുതണം, അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് ഇൻഫർമേഷൻ ആയിട്ട് എത്തിക്കുന്നതാണ്. സോ ഡിയർ സ്റ്റുഡൻസ്, 2025 ജെഇ മെയിൻ ക്രാക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ അവസാനത്തെ അവസരമാണ്. ദിസ് ഇസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഇനിയൊരു ഷിഫ്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എടുത്തുകൊണ്ട്, മാക്സിമം കഴിവ് പുറത്തെടുത്തുകൊണ്ട് നല്ല കോൺഫിഡൻസോട് കൂടി പോയി എക്സാമിനേഷൻ എഴുതുക, അടിപൊളിയായിട്ട് എഴുതുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.